കെയറിങ്ങും ഒരു സപ്പോർട്ടും എനിക്ക് ലഭിച്ചത്. വന്ന ദിവസം മുതൽ ഇന്ന് ഞാൻ പോസിറ്റീവായി ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഈ നിമിഷം വരെ അവർ തന്ന സപ്പോർട്ടിന് ഒരിക്കലും നമുക്ക് ഇതാവാൻ പറ്റത്തില്ല. അത്രയും വലിയ സപ്പോർട്ടാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ. അവർക്കറിയാം ഇവിടെ വരുന്ന പേഷ്യൻസ് എന്താണ് ആഗ്രഹിക്കുന്നത്. സാറിനോട് പറഞ്ഞാൽ തീരില്ല. രേഷ്മ മാമിനോടും ഇവിടുത്തെ സ്റ്റാഫിനും ഓരോരുത്തരോടും ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ലൈഫിൽ ഇവിടെ ആരെയും മറക്കത്തില്ല. എട്ട് മാസത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങൾ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും അവർ തരുന്ന ആ സപ്പോർട്ട്, അതിനൊരു പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ. കാരണം പലപ്പോഴും ഞാൻ മെൻ്റൽ സ്ട്രെസ്സ് കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. കാരണം ടെൻഷൻ കൂടുതൽ അനുഭവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുകയും ഞാനൊന്ന് ചെറുതായിട്ടൊരു എൻ്റെ ഒരു മൈൻഡിൽ മാറ്റം വന്നാൽ കൂടി അവരത് കണ്ടുപിടിക്കുകയും, പ്രത്യേകിച്ച് ഡോക്ടർ ആയിക്കോട്ടെ, സാർ ആയിക്കോട്ടെ, ഇവിടെയുള്ള സ്റ്റാഫ്സ് ആയിക്കോട്ടെ, അതിനനുസരിച്ച് നമുക്ക് സംസാരിക്കാനും നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും എല്ലാം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അവർ. ഞങ്ങൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരുപാട് ഹോസ്പിറ്റലും ഒരുപാട് ഡോക്ടേഴ്സിനെയും കണ്ടതാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. പക്ഷേ അവിടെ നിന്നൊന്നും ലഭിക്കാത്ത ഒരു കെയറിങ്ങും ഒരു സപ്പോർട്ടും ആവശ്യത്. വന്ന ദിവസം മുതൽ ഇന്ന് ഞാൻ പോസിറ്റീവായി ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഈ നിമിഷം വരെ അവർ തന്ന സപ്പോർട്ടിന് ഒരിക്കലും നമുക്ക് ഇതാവാൻ പറ്റത്തില്ല. അത്രയും വലിയ സപ്പോർട്ടാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ. ഓരോ കാര്യങ്ങൾക്ക് നമ്മുടെ എത്ര ചെറിയ സംശയങ്ങളാണെങ്കിൽ പോലും ഏത് സമയത്തും നമുക്ക് അവരെ വിളിക്കാം. ക്ഷമയോടെ കേട്ട് നമ്മൾ അതിന് മറുപടി പറഞ്ഞു തരാനും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോ സ്റ്റേജിലും അവർ തന്ന സപ്പോർട്ട് വളരെ അധികം. സാറ് ഭയങ്കര കൂളായി കംഫർട്ടബിളായി നമ്മളോട് സംസാരിക്കും. രേഷ്മ മാം ഭയങ്കര ഫ്രീ ആയി കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു തരുകയും നല്ല ലവബിളായിട്ട് കെയർ ചെയ്യും. എല്ലാ കാര്യങ്ങളും നമ്മളോട് ഫാമിലി മാറ്റേഴ്സ് ആയിക്കോട്ടെ എല്ലാം ചോദിച്ച് നമ്മളെക്കുറിച്ച് മുഴുവൻ അവർ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് അവർ തരുന്നതെന്ന് അവർ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്കത് തരുന്നത്. അതെനിക്ക് മനസ്സിലായി. കാരണം ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടർ റിലേഷൻഷിപ്പ് അല്ല ഹോസ്പിറ്റൽ ഇവിടെ ചെയ്യുന്നത്. അവർക്കറിയാം ഇവിടെ വരുന്ന പേഷ്യൻസ് എന്താണ് ആഗ്രഹിക്കുന്നത്. മറ്റു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്, പക്ഷേ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഒരു കപ്പിൾസിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അത് ആഗ്രഹിച്ചിട്ടാണ് അവരിവിടെ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇവിടുന്നും സപ്പോർട്ട് തരുന്നതിൻ്റെ അളവ് ഭയങ്കര വലുതാണ്. എനിക്ക് പറയാനുള്ളത് ദൈവത്തിനോട് ഏറ്റവും ഫസ്റ്റ് താങ്ക് യു. പിന്നെ സാറിനോട് പറഞ്ഞാൽ തീരില്ല. രേഷ്മ മാമിനോടും ഇവിടുത്തെ സ്റ്റാഫിനും ഓരോരുത്തരോടും ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ലൈഫിൽ ഇവിടെ ആരെയും മറക്കത്തില്ല. താങ്ക് യു സോ മച്ച്.